പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഈ ഒരു ഘട്ടത്തിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയാൽ മതിയാകുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് മാറ്റം ലഭിച്ചവരോ കോഴ്സ് മാറ്റം ലഭിച്ചവരോ ഉണ്ട് എങ്കിൽ അവർ ടോക്കൺ ഫീ പേയ്മെൻറ്റ് രണ്ടാമതും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതായി ലഭിച്ച കോഴ്സിലേക്ക് കൂടിയ ഫീസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കൂടിയ ഫീസ് മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ കാണിക്കുന്നതാണ്. പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് 29/8/2024 വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ലഭിച്ചതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയതുമാണ്. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നതിൻ്റെ സ്ഥലത്ത് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഇല്ല എന്നർത്ഥം. ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, എവിടെയാണ് എന്നുള്ളത് വ്യൂ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി മുന്നോട്ട് പോയാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന റീഅറേഞ്ച് ഓപ്ഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് 5 നഴ്സിംഗ് കോളേജുകൾ വന്നിട്ടുണ്ട്. ആ നഴ്സിംഗ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യവും ഇപ്പോഴുണ്ട്. ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/8/2024 ഇപ്പോൾ പുതിയതായി ഓപ്ഷൻ നൽകാനുള്ള അപ്രൂവൽ ലഭിച്ചിട്ടുള്ള 5 കോളേജുകളിൽ 2 കോളേജുകൾ തിരുവനന്തപുരത്തും 2 കോളേജുകൾ കോട്ടയത്തും അതുപോലെ 1 കോളേജ് മലപ്പുറത്തുമാണുള്ളത്. തിരുവനന്തപുരത്തുള്ള കോളേജുകൾ കോപ്പറേറ്റീവ് കോളേജ് അതുപോലെ തന്നെ രുക്മിണി കോളേജ് എന്നിവയാണ്. കോട്ടയത്തുള്ള കോളേജ് അസിസി കോളേജ്, ഗുരു ഗ്രൂപ്പ് കോളേജ് എന്നിവയും അതുപോലെ തന്നെ മലപ്പുറത്തുള്ളത് അൽമാസ് കോളേജ് എന്നതാണ്. ഈ വന്നിട്ടുള്ള പുതിയ കോളേജുകളിലേക്ക് ഇപ്പോൾ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് ഇതിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഓപ്ഷനുകൾ ഉണ്ട് എങ്കിൽ ആവശ്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ അവ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. മുന്നിൽ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് 31/8/2024 വരിക. അതിനുശേഷമായിരിക്കും 31/8/2024 ശേഷമായിരിക്കും കോളേജ് ജോയിനിങ് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും 29/8/2024 മുമ്പായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തണമെന്ന് അറിയിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് അവരെ പരിഗണിക്കുന്നതല്ല. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നവർ